അപ്പോൾ സുഹൃത്തുക്കളെ, എൻ്റെ ലൈഫിൽ ഏറ്റവും അധികം സന്തോഷം തോന്നുന്നൊരു ദിവസത്തിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. ഭയങ്കര ഹാപ്പിയാണ്. നിങ്ങൾ ക്യാപ്ഷനിലും തമ്പനയിലും കണ്ട പോലെ തന്നെ നമ്മൾ ഹെയർ ഡൊണേറ്റ് ചെയ്യാൻ പോവാണ്. കഴിഞ്ഞ 7 വർഷമായിട്ട് ഞാൻ വളർത്തിക്കൊണ്ടിരുന്ന എൻ്റെ മുടി അടുത്ത 7 മിനിറ്റിൽ നമ്മൾ കട്ട് ചെയ്യുന്നതാണ്. ഭയങ്കര സന്തോഷമാണ് കേട്ടോ. കാരണം എൻ്റെ വിഷ് ലിസ്റ്റിലുണ്ടായിരുന്ന ഒരു കാര്യമാണ്. ഞാൻ കോളേജിൽ പഠിക്കുന്ന കാലഘട്ടം തൊട്ട് മനസ്സിൽ വിചാരിച്ചിരുന്നൊരു കാര്യമാണ് എപ്പോഴെങ്കിലും ഹെയർ ഇതേപോലെ കുറേ നാൾ വളർത്തിയിട്ട് ഡൊണേറ്റ് ചെയ്യണം. അപ്പോൾ എന്തായാലും എൻ്റെ ആ ഒരു ആഗ്രഹം ഇന്ന് സാക്ഷാത്കരിക്കാൻ പോവാണ്. ഭയങ്കര സന്തോഷമാണ്, ഭയങ്കര ഹാപ്പിയാണ്. മുടി വെട്ടുന്നതിൽ വിഷമോ കാര്യങ്ങളൊന്നുമില്ല. പൂർണ്ണ സംതൃപ്തിയോടെ പൂർണ്ണ സന്തോഷത്തോടെയാണ് ചെയ്യാൻ പോകുന്നത്. അപ്പം ഞാനിവിടെ വീട്ടിൽ വെച്ചിട്ടാണ് വെട്ടുകയാണ്. അതായത് നമ്മൾ ഇവിടെ നിന്ന് കട്ട് ചെയ്തിട്ട് നമ്മൾ തൃശ്ശൂരുള്ള അമല മെഡിക്കൽ കോളേജിലേക്ക് കൊറിയർ ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ എൻ്റെ അമ്മയെ കൊണ്ട് തന്നെ കട്ട് ചെയ്യാമെന്ന് വിചാരിക്കുന്നു. ഭയങ്കര ത്രില്ഡാണ് കേട്ടോ, ഭയങ്കര സന്തോഷമാണ്. അപ്പോഴത്തേക്ക് ഞാൻ രാവിലെ തന്നെ എണീച്ച് ഷാമ്പൂ ഒക്കെ ഇട്ട് ഇനിയിപ്പോൾ നന്നായിട്ട് ഉണങ്ങണം, ഡ്രൈ ആവണം നന്നായിട്ട്. നന്നായിട്ട് ഡ്രൈ ആയിട്ടാണ് കട്ട് ചെയ്യുന്നത്. അപ്പോൾ ഒരു നാല് പാർട്സായിട്ട് ആക്കിയിട്ട് 4 പീസുകളായിട്ട് കട്ട് ചെയ്യാമെന്ന് വിചാരിക്കുന്നത് കേട്ടോ. അപ്പോൾ ആ ഒരു കാഴ്ചകളൊക്കെയാണ് നിങ്ങൾ ഇന്നത്തെ വീഡിയോയിൽ കാണുന്നത്. ഈ വീഡിയോയുടെ അവസാനം ഞാൻ മൊട്ടത്തലേനായിട്ടായിരിക്കും ഔട്ട്റോ പറയുന്നത്. എന്തായാലും നമുക്ക് ആ ഒരു കാഴ്ചകളിലേക്ക് പോകാം. അപ്പോൾ സുഹൃത്തുക്കളെ, ഞാൻ മുടിയൊക്കെ വെട്ടാൻ വേണ്ടിയിട്ട് റെഡി ആയി കേട്ടോ. നമ്മുടെ അമ്മയാണ് കേട്ടോ വെട്ടാൻ പോകുന്നത്. എന്തായാലും ഈ ഒരു മുടിയുടെ കാര്യത്തിൽ ഒരു ലോങ് സ്റ്റോറി തന്നെ ഉണ്ട് കേട്ടോ. കാരണം ഞാൻ കഴിഞ്ഞ 7 വർഷമായിട്ട് മുടി വളർത്തുന്നുണ്ട്. അതായത് 2018 ഫെബ്രുവരി സമയത്താണ് നമ്മൾ മുടി വളർത്താനായിട്ട് തുടങ്ങുന്നത്. അപ്പോൾ അതിനുശേഷം ഇപ്പോൾ 7 വർഷങ്ങൾ കഴിഞ്ഞു. ഈ 7 വർഷത്തിനിടയിൽ ഞാൻ കേൾക്കാത്ത പരിഹാസങ്ങളില്ല, കുത്തുവാക്കുകളില്ല, ഒരുപാട് കാര്യങ്ങൾ കേൾക്കേണ്ടി വന്നിട്ടുണ്ട്. പ്രത്യേകിച്ച് നമ്മുടെ ഈ ഒരു സൊസൈറ്റിയിൽ ഒരു ആൺകുട്ടി മുടി വളർത്തുക എന്ന് പറയുന്നത് ഭയങ്കര കഷ്ടപ്പാട് പിടിച്ചൊരു പരിപാടിയാണ് കേട്ടോ. പല ആളുകളും വന്നിട്ട് ഒരു കാര്യമില്ലാതെ നമ്മളെ വന്ന് പുച്ഛിക്കുകയും പരിഹസിക്കുകയും ഒക്കെ ചെയ്യും. അതിൽ ഞാൻ ഏറ്റവും കൂടുതൽ കേൾക്കേണ്ടതായിട്ടുള്ള ചോദ്യമാണ്, പെൺകുട്ടികളെ പോലെ ഉണ്ട്, ആൺകുട്ടികളെ പോലെ നടന്നുകൂടെ, ഇതിപ്പോൾ ആണാണോ പെണ്ണാണെന്ന് മനസ്സിലാവുന്നില്ലല്ലോ. അങ്ങനെ ഒരുപാട് ചോദ്യങ്ങളുണ്ട് കേട്ടോ. ഇതൊക്കെ വെട്ടിയിട്ട് വൃത്തിയായിട്ട് നടന്നുകൂടെ. ആദ്യമൊക്കെ ഇതൊക്കെ കേൾക്കുമ്പോൾ കുറച്ച് വിഷമമൊക്കെ തോന്നുമായിരുന്നു. കാരണം നമ്മുടെ അടുപ്പുള്ള ആളുകളിൽ നിന്ന് വരെ ഇങ്ങനത്തെ ചോദ്യങ്ങൾ കേൾക്കേണ്ടി വന്നിട്ടുണ്ട്. പക്ഷെ അത് കുറെ ആയപ്പോഴത്തേക്ക് അതൊന്നും നമ്മളെ ബാധിക്കാതെയായി. നമ്മൾ നമ്മുടെ ഇഷ്ടത്തിന് ഒരു കാര്യം ചെയ്യുമ്പോൾ അത് ബാക്കിയുള്ളവരുടെ അഭിപ്രായങ്ങളൊന്നും അതൊന്നും ഗവനിക്കേണ്ട ഒരു കാര്യമില്ല കേട്ടോ. എന്റെ സ്വപ്നങ്ങളുടെ പുറകെ പോകാനായിട്ട് എന്നെ പ്രേരിപ്പിച്ചതിൽ ഈ മുടിക്കൊരു വലിയ പങ്കുണ്ട് കേട്ടോ. അപ്പൊ അന്ന് കളിയാക്കിയവരോടും പുച്ഛിച്ചവരോടും പരിഹസിച്ചിട്ടുള്ളവരോടും എല്ലാവരോടും സ്നേഹം മാത്രം, വേറെ ഒന്നും എനിക്ക് പറയാനില്ല കേട്ടോ. അപ്പൊ ഇതായാലും നമുക്ക് ആ മുടി വെട്ടുന്ന ചടങ്ങിലേക്ക് കിടക്കാം. ഹെയർ ഡൊണേഷൻ നിങ്ങൾക്ക് 2 രീതിയിൽ ചെയ്യാം. അത്യാവശ്യം നല്ല ലോങ് ഹെയർ ഉള്ള ആളുകളാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ പോണിറ്റെയിൽ മാത്രമായിട്ട് ഡൊണേറ്റ് ചെയ്യാം. അതല്ല എങ്കിൽ ഞാനിപ്പോൾ ചെയ്യുന്നത് പോലെ എൻ്റെ മുടി 4 പാർട്സ് ആക്കിയിട്ട് ആ 4 പാർട്സും നമ്മൾ ഏറ്റവും മാക്സിമം ലെങ്ത്തിൽ തന്നെ കട്ട് ചെയ്യാം. ഇത് നീ എടുത്തോട്ടെ, മുട്ടിച്ചു മുടിക്കുക കേട്ടോ. പരമാവധി അത് എടുത്തിട്ടുണ്ട്. ഇങ്ങനെ ഇനി മുടിന്റെ ഇടയ്ക്കൊക്കെ ഉണ്ട് നീളമുള്ളത് കേട്ടോ. കട്ട് ചെയ്തിരിക്കാൻ അപ്പൊ നമ്മൾ കട്ട് ചെയ്തിരിക്കുകയാണ്. എന്റെ 7 വർഷത്തെ എന്റെ മുടി. അപ്പൊ സുഹൃത്തുക്കളെ, നമ്മള് ഹെയർ കട്ട് ചെയ്തിട്ടുണ്ട്. 30 സെന്റിമീറ്റർ 32 സെന്റിമീറ്ററിനേക്കാളൊക്കെ കൂടുതലുണ്ട്. എന്തായാലും സെറ്റാണ്. അപ്പം ഇനിയിപ്പോൾ ഇത് നമ്മൾ കൊറിയർ ചെയ്യുന്ന പരിപാടി മാത്രമാണ് ഇനിയും ബാക്കിയുള്ളത്. ഇതിനും നല്ല ഡ്രൈ ചെയ്ത ഹെയർ ആണ്, നന്നായിട്ട് ഉണങ്ങിയിട്ട് ശേഷമാണ് ഞാൻ മുറിച്ചത്. അപ്പോൾ ഇനിയിപ്പോൾ ഇത് നമ്മൾ പ്ലാസ്റ്റിക് കവറിലാക്കിയിട്ട് തൃശ്ശൂരിൽ അമല മെഡിക്കൽ കോളേജിലത്തെ അഡ്രസ്സിലേക്കാണ് നമ്മൾ കൊറിയർ ചെയ്യാൻ പോകുന്നത് കേട്ടോ. ഭയങ്കര സന്തോഷമാണ് കേട്ടോ. എന്ത് ഫീലിംഗ് ആണെന്ന് എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റുന്നില്ല. ഞാൻ എന്തായാലും പോയി മുട്ട അടിക്കാൻ പോവാണ്. ഇപ്പം മുടി ഇങ്ങനെ അവിടെയൊക്കെ ആയിട്ട് വെട്ടി വെച്ചേക്കുന്നതുകൊണ്ട് ഭയങ്കര അലമ്പാണ്. അപ്പോൾ പോയി മുട്ട അടിക്കേണ്ട ആവശ്യമില്ല ശരിക്കും, പറ്റടിച്ചാൽ മതി ശരിക്കും. പക്ഷെ ഞാൻ മുട്ട അടിക്കാമെന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ 7 വർഷത്തെ എൻ്റെ മുടി. ഇതൊരു നല്ല കോഴ്സിന് വേണ്ടി പോകുന്നത് കൊണ്ട്, ഒരു നല്ല കാര്യത്തിന് വേണ്ടി നമ്മളിത് ചെയ്യുന്നത് കൊണ്ട് ഭയങ്കര സന്തോഷമാണ്. ഈ ഒരു മുടി കൊണ്ട്, അതായത് എൻ്റെ ഈ ഒരു ഹെയർ കൊണ്ട് ഒരാൾക്കെങ്കിലും ഏതെങ്കിലും ഒരു ക്യാൻസർ പേഷ്യൻറ്റിന് ഒരു വിഗായിട്ട് മാറും, ഒരു ഫ്രീ വിഗായിട്ട് മാറും. അപ്പോൾ അത് ഒരുപാട് സന്തോഷമുള്ളൊരു കാര്യമാണ്. നമ്മുടെ അമല മെഡിക്കൽ കോളേജിൻ്റെ ഭാഗത്തു നിന്നും അവർ ചെയ്യുന്ന ഒരു ഇനിഷ്യേറ്റീവ് നല്ലൊരു പരിപാടിയാണ്. ഹെയർ ഫോർ ഹോപ്പ് ഇന്ത്യ എന്നാണ് അവരുടെ ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്താൽ കിട്ടുന്നത്. ഹെയർ ഫോർ ഹോപ്പ് ഇന്ത്യ എന്നാണ് അവരുടെ ഇൻസ്റ്റാഗ്രാം പേജൊക്കെ. അപ്പോൾ അവിടേക്കാണ് നമ്മളിത് അയച്ചു കൊടുക്കാൻ പോകുന്നത് കേട്ടോ. ഭയങ്കര സന്തോഷം, അത്ര തന്നെ. ഇപ്പോൾ ഞാൻ പോയിട്ട് മുട്ടയൊക്കെ അടിച്ചിട്ട് വന്നിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ പറയാം കേട്ടോ. ഇതാണ് നമ്മുടെ ഹെയർ. അപ്പോൾ ഗോയ്സ്, ഇതേ മുടിയൊക്കെ നമ്മൾ ഈർപ്പൊന്നും കയറാതെ ഒരു പ്ലാസ്റ്റിക് കവറിന് ഉള്ളിലേക്ക് ആക്കി കേട്ടോ.
നല്ല എയർ ടൈറ്റ് ആയിട്ട് നല്ല അടിപൊളിയായിട്ട് അത് പാക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് നമ്മൾ പാക്ക് ചെയ്തിട്ട് നേരെ കൊറിയർ ചെയ്യാൻ വേണ്ടി പോവാണ് കേട്ടോ. ഇവിടെ അടുത്ത് DTDCയുടെ കൊറിയർ ഓഫീസ് ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ പോയിട്ട് നമ്മൾ തൃശ്ശൂർ അമല മെഡിക്കൽ കോളേജിലത്തെ അഡ്രസ്സിലേക്കാണ് കേട്ടോ ഈ ഒരു കൊറിയർ അയക്കുന്നത്. അപ്പോൾ നമ്മുടെ ഹെയർ ഇവിടുന്ന് കൊറിയർ വിടുകയാണ് കേട്ടോ. അപ്പോൾ സുഹൃത്തുക്കളെ, നമ്മുടെ ഡൊണേഷൻ പരിപാടി കഴിഞ്ഞിട്ടുണ്ട്, ഹെയർ ഡൊണേഷൻ പരിപാടി കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ നേരെ പോയി മുട്ടയടിക്കാൻ പോവാം. എന്നിട്ട് ഞാൻ നേരെ അടുത്തുള്ള ബാർബർ ഷോപ്പിൽ പോയിട്ട് അങ്ങ് മുട്ടയടിച്ചു കേട്ടോ. ഫസ്റ്റ് ടൈമാണ് കേട്ടോ ലൈഫിൽ ഞാൻ മുട്ടയടിക്കുന്നത്. അപ്പോൾ സുഹൃത്തുക്കളെ, നമ്മളിതേ സക്സസ്ഫുള്ളി നമ്മളുടെ മിഷൻ കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ് കേട്ടോ. നമ്മൾ ഹെയർ ഡൊണേറ്റ് ചെയ്തിട്ടുണ്ട്, ഫുൾ കട്ട് ചെയ്തു. എൻ്റെ മുട്ടത്തല ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് ഇപ്പോഴത്തെ എൻ്റെ കോലം. ഞാൻ ഈ മുട്ടത്തലേനായിട്ടാണ് ഇപ്പോൾ ഇരിക്കുന്നത്. ഭയങ്കര സന്തോഷമാണ് കേട്ടോ, എനിക്ക് ഭയങ്കര സന്തോഷം. ഞാനിന്ന് രാവിലെ തൊട്ട് അങ്ങ് ചിരിച്ച് കിടക്കുകയാണ്, ഫുൾ ടൈം ചിരിയാണ്. എനിക്ക് അറിഞ്ഞോളൂ എന്താ അറിയണോ, ഭയങ്കര സന്തോഷം. നമ്മൾ കട്ട് ചെയ്തേക്കുന്ന ഹെയർ ഞാൻ ലെങ്ത്ത് നോക്കിയായിരുന്നു. അപ്പോൾ ഒരു 40 സെൻറ്റിമീറ്ററിൻ്റെ എബവ് ഉണ്ട്. ശരിക്കും 32 സെൻറ്റിമീറ്റേഴ്സ് മതി അവർക്ക്. 32 സെൻറ്റിമീറ്റേഴ്സാണ് മിനിമം വേണ്ടത്. നമ്മുടെ ചുറ്റും ഒരുപാട് ക്യാൻസർ പേഷ്യൻസ് ഉണ്ട്. അപ്പം അവർക്കൊക്കെ ഈ പറഞ്ഞ പോലെ കീമോ ഒക്കെ ചെയ്യുന്ന സമയത്ത് മുടിയൊക്കെ നഷ്ടപ്പെടും. അങ്ങനെ മുടി നഷ്ടപ്പെടുന്ന ആളുകൾക്ക് വേണ്ടിയിട്ടുള്ള വിഗ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഡൊണേറ്റ് ചെയ്യുന്ന മുടി കൊടുക്കുന്നത് കേട്ടോ. അപ്പം ഇത് കംപ്ലീറ്റ്ലി ഫ്രീ ആയിട്ടുള്ളൊരു പരിപാടിയാണ്. എനിക്കോ അല്ലെങ്കിൽ ഈ ഡൊണേഷൻ ചെയ്യുന്നവർക്കോ ഒന്നും യാതൊരുവിധ ഫിനാൻഷ്യൽ ബെനിഫിറ്റുകളൊന്നും ഇല്ല. അപ്പോൾ നമ്മൾ ഈ ഡൊണേറ്റ് ചെയ്യുന്ന മുടി അവിടെ ഹോസ്പിറ്റലിൽ എത്തിയിട്ട് അവരത് വിഗായിട്ട് ഉണ്ടാക്കുകയും ആ വിഗ് ഫ്രീ ആയിട്ട് ക്യാൻസർ പേഷ്യൻസിന് കൊടുക്കുകയും ചെയ്യും. ഒരു നല്ല കാര്യം ചെയ്യാൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷമുണ്ട്. എൻ്റെ ലൈഫിലത്തെ ഏറ്റവും വലിയ ആഗ്രഹങ്ങളിലൊന്നായിരുന്നു. ഒന്ന് എൻ്റെ ഓൾ ഇന്ത്യ ട്രിപ്പായിരുന്നു സ്കൂട്ടറിൽ, അത് പോയി നമ്മൾ. പിന്നെ ഇതേപോലെ ഹെയർ ഡൊണേഷൻ ആയിരുന്നു, അത് ചെയ്ത് നമ്മൾ. ഇനിയുണ്ട് ആഗ്രഹങ്ങളൊക്കെ. ഇനി അടുത്തത് യൂട്യൂബ് ചാനലിൽ 1 lakh അടിക്കുന്ന ആ ഒരു പ്ലേ ബട്ടൺ കിട്ടുന്ന ആ ഒരു സംഭവമാണ് ഇനി അടുത്ത എൻ്റെ മനസ്സിലുള്ളൊരു കാര്യം. അതും നടക്കും, എപ്പോഴെങ്കിലുമൊക്കെ നടക്കുമായിരിക്കും. ഞാൻ ഈ ചെയ്ത പ്രവൃത്തി ഒരാൾക്കെങ്കിലും ഒരു പ്രചോദനമാകുന്നുണ്ടെങ്കിൽ, ഒരാളെങ്കിലും നാളെ ഹെയർ ഡൊണേറ്റ് ചെയ്യാനായിട്ടൊക്കെ സോളോ സഞ്ചാരിയുടെ ചാനലിൽ കണ്ടിട്ട് ഹെയർ ഡൊണേറ്റ് ചെയ്യാൻ പോകുന്നുണ്ടെങ്കിൽ ഒരുപാട് സന്തോഷം. ഭയങ്കര സന്തോഷമാണത്. കാരണം നമ്മൾ കാരണം മറ്റൊരാൾ കൂടി ഒരു അവയർനെസ് കിട്ടുക എന്ന് പറയുന്നത് വലിയൊരു കാര്യമാണ്. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കാണുന്ന ആളുകൾ ഹെയർ ഡൊണേഷൻ ചെയ്യാൻ കുഴപ്പമൊന്നും ഇല്ല എങ്കിൽ, അതിനുള്ള മനസ്സുണ്ടെങ്കിൽ നിങ്ങൾക്കും ചെയ്യാവുന്നതാണ്. അപ്പോൾ എന്തായാലും ഞാൻ താഴെ ഹെയർ ഫോർ ഹോപ്പ് ഇന്ത്യയുടെ പേജും കാര്യങ്ങളെല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് അവിടെ കയറിയിട്ട് കാര്യങ്ങളൊക്കെ വായിച്ച് നോക്കാവുന്നതാണ്. 32 സെൻറ്റിമീറ്റേഴ്സ് ആണ് ഹെയറിൻ്റെ ലെങ്ത്ത് വേണ്ടത്. അതുപോലെ തന്നെ ഡ്രൈ ആയിരിക്കണം. ഒരുപാട് കളറൊക്കെ ചെയ്ത ഹെയർസ് ഒന്നും എടുക്കില്ല. അപ്പോൾ അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ നോക്കണം. പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് മോയ്സ്ചറൊന്നും കയറാൻ പാടില്ല. ക്ലീൻ ആയിരിക്കണം ഹെയർ, നല്ല ഡ്രൈ ആയിരിക്കണം. നല്ല പ്ലാസ്റ്റിക് കവറിൽ റാപ്പ് ചെയ്താണ് നമ്മളത് പാക്ക് ചെയ്യേണ്ടതൊക്കെ. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ മാത്രം ശ്രദ്ധിച്ചാൽ മതി. എന്തായാലും ഈ ഒരു വീഡിയോയുടെ വൈൻഡപ്പ് ഇതൊക്കെയാണ്. ഞാൻ ഈ മുട്ടത്തലേനായിട്ട് ഞാൻ ആദ്യമായിട്ട് ഒരു കൗണ്ടർ പറയുന്നത്. അപ്പോൾ എന്നാലും ഒരുപാട് സന്തോഷം. എല്ലാ വട്ടം പറയുന്ന പോലെ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, സേഫ് ആയിട്ടിരിക്കുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ ഓക്കെ, ബൈ.